പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിനിസ്തുല്യ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. എഹെസ്കേൽ പുസ്തകം 37 അധ്യായം അതിൻ്റെ 3 വാക്യം ഇപ്രകാരം വായിക്കുന്നു: അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. യഹോവയായ ദൈവം എഹെസ്കേൽ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രവചിക്കാൻ പറയുന്ന ഒരു കാഴ്ചയാണ്. ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കാം കർത്താവ് ഈ ചോദ്യം എഹെസ്കേൽ പ്രവാചകനോട് ചോദിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അസാധ്യമായി തോന്നിയേക്കാം. എന്നാൽ മനുഷ്യൻ അസാധ്യം ദൈവത്താൽ സാധ്യം. നാം വായിച്ച 37 അധ്യായം അതിൻ്റെ 11 വാക്യം പറയുന്നു: പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. നമുക്കറിയാം, ഈ അസ്ഥികൾ എന്ന് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയാണ്. പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ സൂചിപ്പിക്കുന്നു. അവർ ഒരു വളരെ പ്രതിസന്ധിയുടെ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു വിടുതൽ സാധ്യമല്ല, ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ യഹോവയായ ദൈവം ഇസ്രായേൽ ജനങ്ങളോടുള്ള ഒരു സന്ദേശം കൂടിയാണ് എഹെസ്കേൽ പ്രവാചകനിൽ കൂടി പറയുവാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കർത്താവ് പ്രവാചകനോട് കൽപ്പിക്കുകയാണ്, നീ അസ്ഥിയെ നോക്കി പ്രവചിക്കുവാൻ. എഹെസ്കേൽ അവൻ കൽപ്പിച്ചതുപോലെ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എഹെസ്കേൽ പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു മുഴക്കം കേട്ടു. അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. അപ്പോൾ ചിതറിക്കിടന്ന അസ്ഥികൾ അസ്ഥിയോട് ചേർന്ന് വന്നു. അവയ്ക്ക് ഞരമ്പും മാംസവും വന്നതും അവയുടെ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ അവയ്ക്ക് ശ്വാസമില്ലായിരുന്നു. അപ്പോൾ യഹോവ പ്രവാചകനോട് വീണ്ടും കാറ്റിനെ നോക്കി പ്രവചിക്കാൻ പറയുന്നതും അപ്രകാരം പ്രവാചകൻ ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാറ്റ് അവരുടെ മേൽ അടിക്കുകയും അവർക്കവിടെ ശ്വാസം ലഭിക്കാനും ഇടയായി. അവർ ഒരു വലിയ സൈന്യമായി നിരന്നു നിന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവൃത്തി എത്ര വലിയതാണ്! ചിതറിക്കിടന്ന അസ്ഥികൾക്കിടയിൽ ഒരു വലിയ സൈന്യത്തെ ഉയർത്തിയ ദൈവമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്, ജീവിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ആ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, ഏതു മൃതാവസ്ഥയിലും നമ്മുടെ കർത്താവിന് നമുക്ക് ജീവൻ നൽകുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് യാതൊരു സംശയമില്ല. വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്. യേശു കർത്താവിനെ ഉയർപ്പിച്ച ദൈവം നമ്മളെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യാശ. ഇതുപോലൊരു പ്രത്യാശ നൽകുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വവും നമുക്ക് കരയേറ്റാം. ജീവിതത്തിൽ ചിലതൊക്കെ അസ്തമിച്ച് കിടക്കുന്നുണ്ടായിരിക്കാം. ചിലതൊക്കെ പരാജയപ്പെട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ കൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ വിഷയങ്ങളിൽ ജീവൻ്റെ ശ്വാസമൂതി നമ്മുടെ വിഷയങ്ങൾക്കുമേൽ ജീവൻ പകരുവാൻ തക്ക മതിയായ ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുക. അതേ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഉണങ്ങിയ അവസ്ഥകൾക്ക് നീക്കുപോക്ക് വരുത്തി നഷ്ടപ്പെട്ടു പോയ ആത്മീയ ജീവിതം, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, നഷ്ടപ്പെട്ടു പോയ ദൈവ ശുശ്രൂഷ, നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം, ദൈവസ്നേഹം, ഇവയെല്ലാം തിരികെ തരാൻ കഴിവുള്ള ദൈവമാണ്. ആ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം.